ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഇന്ത്യ ആശങ്കപ്പെടണോ? ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിന് പോലും നിർണായക പങ്കുവഹിച്ച രാജ്യമാണ് ഇന്ത്യ. ഇന്ദിരാഗാന്ധി എന്ന നേതാവിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ സുവ്യക്തമാണ്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയതാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടണോ എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വരുന്ന സാഹചര്യം, ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന സർക്കാരിന് വീഴ്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയും ഇന്ത്യയും ഇത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉണ്ടാകും. കാരണം അങ്ങേയറ്റം വിപ്ലവകാരികൾ കൈയടക്കിയിരുന്ന രാജ്യമായിരുന്ന ബംഗ്ലാദേശിനെ ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഷെയ്ഖ് ഹസീനയാണ്. അവരുടെ പിതാവ് വിമോചന സമരകാലത്ത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ഉദയം കൊണ്ട നിർണായക നീക്കം വഹിച്ച പിതാവിന് തന്നെ പിന്നീട് വിപ്ലവകാരികൾ അദ്ദേഹത്തെ വധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് കണ്ടു വളർന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്നീട് തുടർച്ചയായി പലവട്ടം അധികാരം കിട്ടിയെങ്കിൽ കൂടിയും അവർ നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന പിൻവാങ്ങപ്പെടുന്നതോടെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യക്ക് വളരെയധികം പ്രതികൂലമാണ് എന്നതാണ് വസ്തുത. പക്ഷേ പെട്ടെന്ന് ആശങ്കയിലേക്ക് നമ്മൾ വരണോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ഒന്ന്, തൽക്കാലത്തെങ്കിലും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും ബംഗ്ലാദേശ്. താൽക്കാലികമായി സർക്കാർ ഉണ്ടാവുക, സ്വാഭാവികമായും സൈന്യത്തിന് നിയന്ത്രണമുള്ള, സൈന്യത്തിന് താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കവും ഒരു പുതിയ സർക്കാരുമായിരിക്കും അത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബംഗ്ലാദേശിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം പാകിസ്ഥാനുമായി പൊതുവിൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നവരാണ്. പൊതുവിൽ അവർ ഇന്ത്യ വിരുദ്ധരാണ് എന്നതാണ് പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ ഒരു സർക്കാർ ബംഗ്ലാദേശിൽ രൂപപ്പെട്ടാൽ അത് സംഭവിക്കുന്നത് ഇന്ത്യക്ക് മുന്നിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കും എന്നതാണ്. ബംഗ്ലാദേശ് എന്ന ഒരു അയൽരാജ്യം പൊതുവിൽ ഇന്ത്യയെക്കാൾ വളരെ ചെറുതായ, സാമ്പത്തികമായി പിന്നോക്കമായി നിൽക്കുന്ന ഒരു അയൽരാജ്യം ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തതുകൊണ്ട് എന്താണ് ഇന്ത്യക്ക് പ്രശ്നം എന്ന മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരാം. പക്ഷേ നമ്മളിവിടെ കൂട്ടി വായിക്കപ്പെടേണ്ടത് മറ്റു ചില ഘട്ടങ്ങൾ കൂടിയാണ്. കാരണം ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങളെല്ലാം രൂപപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധമായിട്ട് എന്നതാണ് സാഹചര്യം. ഒരറ്റത്ത് പാകിസ്ഥാൻ, മറുവശത്ത് ശ്രീലങ്ക, ഇപ്പോൾ ബംഗ്ലാദേശും, മറുവശത്ത് മാലിദ്വീപ്, അതിനപ്പുറം ചൈന. ഇങ്ങനെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം പൊതുവിൽ ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന രാജ്യങ്ങളായി മാറുന്നത് സ്വാഭാവികമായും നമുക്ക് മുന്നിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. നിരവധി വിദേശ സാമ്പത്തിക ശക്തികളുമായും സമ്പന്ന രാജ്യങ്ങളുമായും ബന്ധമുണ്ടെങ്കിൽ കൂടിയും അയൽ രാജ്യങ്ങളുമായി ഇത്തരം നിലപാടെടുക്കുന്നത്, അയൽ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആശങ്ക സ്വാഭാവികമായും നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല, ബംഗ്ലാദേശിൽ പുതിയ സാഹചര്യം ഉടലെടുത്താൽ ചൈന പോലെയുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുകയും ശ്രീലങ്കയ്ക്ക് സമാനമായ സാഹചര്യം, പൊതുവിൽ ഇന്ത്യയുമായി വളരെ ബന്ധപ്പെട്ടിരുന്ന ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ചൈനീസ് ആധിപത്യം നേരിടേണ്ടി വരുന്നു. സമാനമായ സ്ഥിതി ഇവിടെ ബംഗ്ലാദേശിലും ഉണ്ടാകുമോ എന്ന ആശങ്ക ഇന്ത്യക്ക് മുന്നിൽ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നുകൂടിയായി അത് മാറുകയാണ്. നിരവധി പ്രതികൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അത്തരം ചെറുത്തുനിൽപ്പുകൾ നടത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതിനിടയിൽ ബംഗ്ലാദേശിൽ നിന്നും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ് ഇന്ത്യക്ക് മുന്നിൽ കരുത്തായിരുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ഉണ്ടായപ്പോഴും ആ കരുത്ത് മുൻനിർത്തിയാണ് ഇന്ത്യ നിലപാടുകൾ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി, ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ആശങ്കപ്പെട്ടേ മതിയാകും.